ഹലോ ഹായ്. അപ്പോൾ നല്ലൊരു മഴ പെയ്ത് ചോർന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണം. ഇന്ന് കുറച്ച് ദിവസമായി നമ്മൾ ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഐസ്ക്രീമും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് മറക്കരുത് കേട്ടോ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മഴയും ഐസ്ക്രീമും നല്ല കോമ്പിനേഷനല്ലേ, ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. വേണ്ട, കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓക്കെ. പൂരി ഈസ്റ്റും ആണ് കേട്ടോ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. ചെറി കഴിച്ച് പോയി. ചെറിക്ക് ഊട്ടി പോകേണ്ടതുണ്ട്. അവിടെ നിന്നൊരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട്, കോപ്പറേറ്റീവ് സെലിബ്രേഷൻ. അപ്പോൾ ചെറിക്കൊരു അവാർഡ് ഉണ്ട് ഇന്ന്, അത് വാങ്ങാൻ വേണ്ടിയിട്ട് നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ ആ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പോയതിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ മന്തി പുറത്തുനിന്ന് വാങ്ങിയേക്കട്ടോ. അതിൽ വന്നോ തിന്നാൻ തുടങ്ങിയിരിക്കണേ. ഞങ്ങൾ തിന്നിരുന്നു, അപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ. അപ്പോൾ ഒരു പുതിയ ഷോപ്പ് തുറന്നിട്ടുണ്ട്, ചെമ്പാല അല്ലേ. അതിൽ എങ്ങനെയുണ്ട് മന്തി? അടിപൊളിയാണല്ലേ. അപ്പോൾ ഞങ്ങളും വാങ്ങിക്കണേ. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് അത് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി വാങ്ങിയിട്ട് വന്നതാ, അൽഫാം മന്തി. നമുക്കിന്ന് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? ഇത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. വലിയ ഒരു തിക്കാകാതെ അടിച്ചതാണ് കേട്ടോ. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ മിക്സിൻ്റെ ജാറ് നല്ല തണുപ്പിച്ചിട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു ഇത് കണ്ടോ, ഇതുപോലെ ആകണ വരെ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ഇത് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് മാംഗോ ഇതാണ്, പഴുപ്പാണ്. ഇത് ഞാൻ അന്ന് നിങ്ങൾ പഴയ ഇതിൽ കണ്ടിട്ടുണ്ടാവും, നമ്മളെ റിസോർട്ടിൽ നിന്ന് കൊടുന്ന മാങ്ങ. ആ മാങ്ങ ഞാൻ പഴുത്തിരുന്നു, അപ്പോൾ കുറേ ഉണ്ടായിരുന്നല്ലോ. അത് നാശമായി പോകുമല്ലോ പറഞ്ഞിട്ട് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അത് പഴുപ്പാക്കിയിട്ട് വെച്ചതാട്ടോ. പഴുപ്പ് പറഞ്ഞത് വെറും മാങ്ങ മാത്രമല്ല കേട്ടോ, മാംഗോയും അതിൻ്റെ കൂടെ മിൽക്ക് പൗഡർ ഉണ്ട്. മിൽക്ക് മെയ്ഡ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് അതില്ലായിരുന്നു. അപ്പോൾ ഞാൻ മിൽക്ക് പൗഡറിൻ്റെ പാക്കറ്റ് പൊടിച്ചിട്ട് അതും ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ച് വെച്ചതാട്ടോ. അതും ഈ വിപ്പിംഗ് ക്രീമും കൂടി കൂടിയിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല ക്രീമി ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും ഞാൻ മിക്സ് ചെയ്തു, ആ പഴുപ്പും ആ വിപ്പിംഗ് ക്രീമും കൂടി. അപ്പോൾ നല്ല മാംഗോ ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹിക്കണവർക്ക്, നല്ല മഴയാണ് കേട്ടോ. നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ എപ്പോഴായാലും വേണ്ടപ്പോൾ എടുത്ത് കഴിക്കാമല്ലോ. ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവർക്ക് തണുപ്പും ചൂടും ഒന്നും കണക്കില്ലല്ലോ, ഇഷ്ടമുണ്ടാകുമ്പോൾ എടുത്ത് കഴിക്കാം. അപ്പം നട്ട്സ് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. മാങ്ങ പീസായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്കിങ്ങനെ ക്രീമി ആയിട്ടാണ് ഇഷ്ടം. അപ്പോൾ ഞാനത് ഫുള്ള് നല്ല അരച്ചെടുത്തതാട്ടോ, പഴുപ്പാക്കി എടുത്തതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, എങ്ങനെയുണ്ട് നോക്കണം കേട്ടോ. മാംഗോ സീസറിലും ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി. ചെയ്തിട്ട് എല്ലാവരും കമൻറ്റിൽ വന്നിട്ട് പറയണം കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത്. കഴിച്ച് നോക്കണം. അപ്പം ഈ സമയത്തൊക്കെ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഇതാണ്. മാങ്ങ ഇഷ്ടത്തിനുണ്ടാവുമല്ലോ അല്ലേ. നല്ല മഴയാണ് കേട്ടോ. 2 ദിവസം മഴയ്ക്ക് കുറച്ച് കുറവ് വന്നപ്പോൾ ഇന്ന് വീണ്ടും നല്ല മഴ തുടങ്ങി. ഇതാണ് ഇന്നത്തെ കാലാവസ്ഥ. ഉണ്ടോ, പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. തുടങ്ങിയ മഴയാണ് കേട്ടോ. വൈകുന്നേരം ആയി, 6 o'clock ആയി. അപ്പോൾ ഒരു കോഫി കുടിക്കാൻ വിചാരിച്ചു. കോഫിയൊന്നും ഞാൻ കുടിക്കാറില്ല. അപ്പോൾ ഇന്ന് നല്ല തണുപ്പും. അപ്പം നമ്മളെ കോർട്ട്യാർഡിൽ ഇരുന്നിട്ട് മഴ കണ്ട് കോഫി കഴിക്കാൻ തോന്നി.